UDF പാർട്ടി അധികാരത്തിൽ വന്നാൽ UDFൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. കുറേ നേതാക്കന്മാർ, അതും 50 വയസ്സിന് മുകളിലുള്ള കുറേ നേതാക്കന്മാർ പല മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ പല നേതാക്കന്മാർ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിന് വേണ്ടി അടിയുണ്ടാക്കാൻ പോകുന്നു. നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ് പല സ്റ്റേജ് പരിപാടികളിലും ഈ UDF നേതാക്കന്മാർ തമ്മിലടിക്കുന്നത്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. ഈവൻ ജനഗണമന പാടാൻ വേണ്ടി പോലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഒരു പാർട്ടി എന്ന രീതിയിൽ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യാതെ കുറേ 50 വയസ്സിന് മുകളിലുള്ള കുറേ ആൾക്കാർ അവർ നിന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ തമ്മിൽ തന്നെ ഒരു യൂണിറ്റി ഇല്ലായ്മ, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നത് സ്ഥാനമാനങ്ങളിലാണ്, അധികാരത്തിലാണ്. എന്നാൽ ഈ പറയുന്ന പല നേതാക്കന്മാർക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടോ? അവർക്ക് എത്രമാത്രം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്? അവർക്ക് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്? നിങ്ങൾ ജനങ്ങൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട സമയമാണിത്. നമ്മളെ സംബന്ധിച്ച് ഏപ്രിൽ 9 എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ്. ആ ദിവസം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പാർട്ടീനെ, കറക്റ്റായിട്ടുള്ള നേതാക്കന്മാരെ സ്ഥാനമാനങ്ങളിലോട്ട് കയറ്റിവിടണം. അത് നടന്നില്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു 5 വർഷമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഓരോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചും നോക്കി ആരെയാണോ നിങ്ങളുടെ സ്ഥലത്ത് ജയിപ്പിക്കേണ്ടത്, അവർ ജയിച്ചു കഴിഞ്ഞാൽ, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമോ, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമോ, നമ്മൾ ഇവരെയും തലയിൽ പൊക്കിക്കൊണ്ട് നടന്ന് നമുക്ക് ഭാരമായി മാറുക എന്നുള്ളതല്ലാതെ അവർ പൈസ ഉണ്ടാക്കുമെന്നുള്ളതല്ല നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. സോ ഓരോ ആളുകളും ഇലക്ഷന് അവർ വോട്ട് തേടി വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാകുന്നത്. ഇവരെ കൊണ്ട് ഇതുവെല്ലാം ചെയ്യാൻ സാധിക്കുമോ, അതോ ഇവർ കഴിഞ്ഞ 10 വർഷം ഓരോ ആൾക്കാർ വീട്ടിൽ വന്ന് കയറി ഓരോ സ്ഥാനങ്ങളിൽ എത്തിയിട്ടൊന്നും ചെയ്യാത്ത അവസ്ഥയാണോ, അതോ കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ളവരാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നു. സോ കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും എൻകറേജ് ചെയ്യുന്നു.